കാസർഗോഡ് നഗരസഭയെ ഷാഹിന സലീം നയിക്കും. ചെങ്കള പഞ്ചായത്തിനെ നയിച്ച കരുത്തുമായാണ് ഷാഹിന സലീം കാസർഗോഡ് നഗരസഭയുടെ അധ്യക്ഷ പദവിയിലെത്തുന്നത്. തുരുത്തി 16-ാം വാർഡിൽ നിന്നും 215 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഷാഹിന സലീം നഗരസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഓരോ വാർഡുകളിലും മികച്ച ഭൂരിപക്ഷം നേടിയാണ് കാസർഗോഡ് നഗരസഭയുടെ ഭരണസാരഥ്യത്തിലേക്ക് മുസ്ലിം ലീഗിന്റെ ചിറകിലേറി UDF എത്തിയത്. കാസർഗോഡ് നഗരസഭയിൽ മുസ്ലിം ലീഗിന് ഒറ്റയ്ക്ക് ഭരിക്കുവാനുള്ള ഭൂരിപക്ഷമുണ്ട്. വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസ് 2 സീറ്റിൽ വിജയിച്ച് ഇവിടെ കരുത്ത് തെളിയിച്ചു. കാസർഗോഡ് നഗരസഭയുടെ ചെയർമാൻ ആരാക്കുമെന്ന കാര്യത്തിൽ മുസ്ലിം ലീഗിൽ ഏറെക്കുറെ ധാരണയായിട്ടുണ്ട്. തുരുത്തി 16-ാം വാർഡിൽ നിന്നും വിജയിച്ച ഷാഹിന സലീമായിരിക്കും അധ്യക്ഷ സ്ഥാനം വഹിക്കുക. ജില്ലാ ആസ്ഥാനമായ വിദ്യാനഗർ ഉൾപ്പെടുന്ന ചെങ്കള പഞ്ചായത്തിനെ നയിച്ച കരുത്തുമായാണ് ഷാഹിന സലീം കാസർഗോഡ് നഗരസഭയുടെ അധ്യക്ഷ പദവിയിലേക്കെത്തുന്നത്. തുരുത്തി 16-ാം വാർഡിൽ നിന്നും 215 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഷാഹിന മുസ്ലിം ലീഗിലെ വനിതാ നേതാക്കളിൽ പ്രമുഖയാണ്. പിതാവും മകളും ഒരേ സമയം സമീപ പഞ്ചായത്തുകളുടെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചു എന്ന പ്രത്യേകതയും കാസർഗോഡ് നഗരസഭയുടെ നിയുക്ത അധ്യക്ഷയ്ക്കുണ്ട്. ചെമ്മനാട് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന മുസ്ലിം ലീഗ് നേതാവ് കല്ലട്ര അബ്ദുൽ ഖാദറിന്റെ മകളാണ് ഷാഹിന. 40 വയസ്സുകാരിയായ ഷാഹിന സലീം MBA ബിരുദധാരിയാണ്. 2010-ൽ ചെങ്കള പഞ്ചായത്ത് ചെർക്കള ടൗൺ വാർഡിൽ നിന്നും കന്നി മത്സരത്തിൽ 1000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചായിരുന്നു ജനപ്രതിനിധിയായുള്ള രംഗപ്രവേശം. 2 വർഷത്തിനു ശേഷം 2012-ൽ പഞ്ചായത്ത് വികസന സമിതി അധ്യക്ഷയായി. 2015-ൽ നാരമ്പാടി 5-ാം വാർഡിൽ നിന്നും 323 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ വിജയിച്ചാണ് ചെങ്കള പഞ്ചായത്ത് പ്രസിഡന്റായത്. ഷാഹിന നിലവിൽ വനിതാ ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. 2016-ൽ വനിതാ ലീഗ് ചെങ്കള പഞ്ചായത്ത് പ്രസിഡന്റായും 2019 മുതൽ 2023 വരെ ജില്ലാ സെക്രട്ടറിയായും പ്രവർത്തിച്ചു. നിലവിൽ STU കുടുംബശ്രീ തൊഴിലുറപ്പ് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റാണ്. ദേളി സാദിയ സ്കൂളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം BSc ബയോടെക്നോളജിയും MBA ബിരുദവും നേടി. പൊതുമരാമത്ത് കരാറുകാരനായ C സലീമാണ് ഭർത്താവ്. താഹിറയാണ് മാതാവ്. ഷൻസ, ഷിമാസ് എന്നിവർ മക്കളാണ്. വിദ്യാനഗറിലാണ് ഷാഹിന സലീം കുടുംബസമേതം താമസിക്കുന്നത്. നേരത്തെ ചെർക്കളയിലായിരുന്നു താമസം. 5 വർഷം മുൻപാണ് വിദ്യാനഗറിലേക്ക് താമസം മാറ്റിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.